മഞ്ചേശ്വരത്തെ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്ന ആരോപണ മണ്ഡലത്തിൽ മുഴുവൻ വോട്ടർമാരെയും അപമാനിക്കുന്നതെന്ന് AKM അഷ്റഫ്. കെ സുരേന്ദ്രന്റേത് പരാജയഭീതി മൂലമുള്ള ആരോപണമാണ്. സേനയും അർദ്ധസേനയും വരുമെന്ന് പറഞ്ഞ് വോട്ടർമാരെ ഭയപ്പെടുത്താനാണ് ശ്രമം. യഥാർത്ഥ വോട്ടർമാർ ബൂത്തിലെത്തി കെ സുരേന്ദ്രനെ തോൽപ്പിക്കുമെന്നും AKM അഷ്റഫ് പറഞ്ഞു. സത്യത്തിനും ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തുന്നത് തന്നെ പരാജയ ഭീതി മൂലമാണ്. കള്ള വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ കുറേ സ്ത്രീകൾ കള്ള വോട്ട് ചെയ്യുന്നുണ്ട്. ഏത് സ്ത്രീകൾ? മുഖം മറച്ച് പോകുന്ന സ്ത്രീകൾ എന്ന് വെച്ച മുസ്ലിം സ്ത്രീകളെ കുറിച്ചാണ് പരാമർശിച്ചത്. അർദ്ധസേനാ വിഭാഗം, പോലീസ്, ഇലക്ഷൻ കമ്മീഷന്. സുരേന്ദ്രൻ ഈ മഞ്ചേശ്വരക്കാരൊന്ന് പേടിപ്പിക്കാൻ വരണ്ട. യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്തിട്ട് വീണ്ടും സുരേന്ദ്രൻ തോൽപ്പിക്കും, ഒരു തർക്കവും വേണ്ട. പ്രദീപ് നാരായൺ വിവരങ്ങളുമായി. പ്രദീപ്, നേരത്തെ കെ സുരേന്ദ്രന്റെ ആരോപണം അത് പ്രത്യേകിച്ച് ലീഗ് വോട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇപ്പോൾ എന്താണ് AKM അഷ്റഫിന്റെ മറുപടി? AKM അഷ്റഫ് കെ സുരേന്ദ്രന് മറുപടി നൽകിയിരിക്കുകയാണ്. ഒരു പരാജയ ഭീതിയെ തുടർന്നുള്ള ആരോപണമാണ് എന്ന് പറയുകയാണ്. അത് വോട്ടർമാരെ അപമാനിക്കുന്ന ആരോപണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥി AKM അഷ്റഫിന്റെ പ്രതികരണം. സേനയും അർദ്ധസേനയും വരുമെന്നൊക്കെ പറഞ്ഞ് വോട്ടർമാരെ ഭയപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നുണ്ട്. യഥാർത്ഥ വോട്ടർമാർ ബൂത്തിലെത്തി കെ സുരേന്ദ്രനെ തോൽപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസം കൂടി ഈ ഘട്ടത്തിൽ AKM അഷ്റഫ് പ്രകടിപ്പിക്കുന്നു. മഞ്ചേശ്വരം ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. എന്തായാലും അവിടെ വലിയ പ്രതീക്ഷ BJP വയ്ക്കുന്നുണ്ട്. അതിനിടെയാണ് സുരേന്ദ്രന്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി വന്നിരിക്കുന്നത്. അതിനാണ് AKM അഷ്റഫിന്റെ മറുപടിയും നമ്മളിപ്പോൾ കണ്ടത്. പ്രദീപ് നാരായണന്റെ വിവരങ്ങളുമായി. പ്രദീപ്, വിവരങ്ങൾ. അതായത് ഹലോ, കേൾക്കാം പ്രദീപ്, പറഞ്ഞോളൂ. പ്രദീപിന്റെ ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ആ വാർത്തയിലേക്ക് നമുക്ക് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.